തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. നിന്നെ ആരോ ആക്രമിച്ചു എന്നും പറഞ്ഞ് എന്നെ സ്റ്റേഷനിൽ കയറ്റിയ അതേ ബുദ്ധി വീണ്ടും വർക്കാക്കാൻ പോവാ. അവര് വന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് ത്യാഗരാജനെ കാണുന്നില്ല, കൊണ്ട് കൊടുക്ക് പരാതി. പോലീസ് എന്താ ചെയ്യുന്നത് നോക്കാലോ. പരാതിയൊന്നും കൊടുക്കുന്നില്ല, ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ചേട്ടനെ തിരിച്ചയക്ക. എവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് പറ. ഇവള് പറയുന്നത് സത്യമാണോ? ആ ത്യാഗരാജനെ കാണാനില്ലേ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നീ പറഞ്ഞതൊക്കെ ദൈവം കേട്ടടി. അതിന്റെ ശിക്ഷയായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീ അനുഭവിക്കാൻ പോകുന്നെ. ഞങ്ങളല്ല, ദൈവം നിനക്കെതിരെ നിൽക്കുന്നെ. ജയിക്കാൻ പറ്റുമോ നോക്ക്. ത്യാഗരാജനെ യഥാർത്ഥത്തിൽ കാണാനില്ലെങ്കിൽ അയാളെ ദൈവം മാറ്റിയതടി. ഒരു കാര്യം ചെയ്, ആദ്യം മനസ്സ് ശുദ്ധമാക്ക്. എന്നിട്ട് ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. ചെയ്തതിനൊക്കെ കാല് പിടിച്ച് മാപ്പ് ചോദിക്ക്. ദേവികെ, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇനി നേരെയാവാന്ന് സത്യം ചെയ്. സത്യത്തിലേക്ക് വാ. ദൈവം നിന്റെ ത്യാഗരാജനെ തിരിച്ചു തരും. പോ, ഈശ്വരന്റെ കരുണയ്ക്ക് അപേക്ഷിക്ക. ആരാ വിളിച്ചേ? ആ തനുജ ശരിക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. അവളെന്തിനാ വിളിച്ചേ? ആ ത്യാഗരാജനെ കാണാനില്ലെന്ന്. നന്ദും ഗിരീഷേട്ടനും രാവിലെ അവിടെ പോയിരുന്നല്ലോ. പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടാവണം. അവര് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ട് കാണാതായെന്ന്. നമ്മൾ അപകടപ്പെടുത്തിയെന്ന അവരുടെ പരാതി. അങ്ങനെയാണോ? നമ്പരാ ചേച്ചി, അവിടെ എല്ലാരും കൂടി ചേർന്നൊരു കഥയുണ്ടാക്കിയതാ. ത്യാഗരാജനെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കാണും. ഇനി ഒരു പരാതി കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവും കൂടി വെച്ചാൽ മതിയല്ലോ. അവളുടെ ബുദ്ധിയായിരിക്കും. ദേവികെ, അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനി യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആ വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാവോ? എന്റെ സംശയം അതാ. അല്ലെങ്കിൽ പിന്നെ അവളിങ്ങനെ വിളിച്ചു ചോദിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, സാറ് പുറത്തു. അങ്ങനെ നമുക്കിത് വെറുതെ കണ്ണിൽ നോക്കാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് മാറിക്കും. അച്ഛാ, പോലീസ് വന്നിട്ടുണ്ട്. SI ആണെന്ന് തോന്നുന്നു. ചേടാ, ഒരു വണ്ടി കിടക്കുന്ന ഇത്രയും വലിയ പുലിവാലായോ? മാധവേട്ടാ, ഇപ്പോഴത്തെ കാലമല്ലേ, വല്ല കൊള്ളയോ കൊലയോ ചെയ്തിട്ട് ഉപേക്ഷിച്ചതായിക്കൂടെ? നേരാ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് കയറ്റിയിടോ? ഇത് വലിയ മെനക്കേടായല്ലോ. നോക്കട്ടെ. വാ. വണ്ടി ആരാദ്യം കണ്ടേ? ഞാനാ സാറേ. എപ്പോഴാ കണ്ടത്? രാവിലെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാ ഈ വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടേ. എപ്പോ മുതലാ വണ്ടി ഇവിടെ കിടക്കുന്നേ? അറിയില്ല സാറേ, ഇന്ന് രാവിലെ മുതൽ ഇവിടെ കിടക്കുകയാണെന്ന് തോന്നുന്നു. ഞാനൊരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വാഹനത്തിന്റെ RC ഓണറിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം, പെട്ടെന്ന് വേണം. ഓക്കെ, ശരി. അച്ഛാ, അച്ഛനൊന്ന് അങ്ങോട്ട് ചെല്ലേ. എന്തിന്? വെറുതെ അങ്ങോട്ട് ചെന്ന് തലവെച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലേ?
നിങ്ങൾ അകത്ത് കയറി പോയിക്കോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മാധവേട്ട ഞാൻ നാട്ടുകാർ കൂടി നിൽക്കുമ്പോൾ ഞാനിതിനകത്ത് കയറി ഇരുന്ന നിങ്ങൾ ചെല്ല്. സാറേ, അതാണ് മാധവൻ. ഇദ്ദേഹം ഞങ്ങളുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല. ഞങ്ങൾക്ക് ചെറിയ ഡൗട്ടുണ്ട്. നിങ്ങളല്ലേ മാധവൻ? ആ ദേവികയുടെ അച്ഛൻ? അതെ സാർ. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ എന്തിനാ വീട്ടിനകത്ത് കയറിയിരിക്കുന്നേ? അല്ല, അതിപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി കിടക്കുമ്പോ സ്റ്റേഷനിൽ വിളിച്ച് പറയണ്ടേ? അല്ല സാറേ, ഞങ്ങൾക്ക് വഴി തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ മറ്റു പ്രശ്നമൊന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് ശ്രദ്ധിക്കണം സാറേ? അതൊന്നും ഒരു ന്യായമല്ല. സംശയാസ്പദമായ രീതിയിൽ വീടിന്റെ പരിസരത്ത് ഒരു വണ്ടി കിടന്നാൽ അത് പോലീസിൽ ഇൻഫോം ചെയ്യണം. ഹലോ, ആരുടെ? അത് ശരി. അമ്മേ, നമുക്കൊന്ന് അങ്ങോട്ട് ചെല്ലാം. അയാളുടെ നമ്പരും സെൻഡ് ചെയ്തേക്ക്. ശരി എന്നാ. പ്രശ്നമാണല്ലോ മാധവ. എന്താ സാറേ? ഈ കിടക്കുന്ന കാറ് നിങ്ങളുടെ ശത്രുവിന്റെ ആണല്ലോ. ശത്രു? ആര് സാറേ? ആ തേവക്കാട്ടെ ത്യാഗരാജന്റെ വണ്ടിയായത്. ബലരാമ സാറിന്റെ അളിയൻ. ദേവികയും നന്ദനൊക്കെ ത്യാഗരാജനുമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? കാര്യങ്ങള് വഷളാവുമല്ലോ മാധവ. ത്യാഗരാജൻ വണ്ടി ഇവിടെ കൊണ്ടിട്ടേന് ഞങ്ങൾ എന്ത് പഴിച്ചു സാറേ? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ത്യാഗരാജന്റെ ഫോൺ നമ്പർ വന്നിട്ടുണ്ട്, വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഔട്ട് ഓഫ് കവറേജ് ആണല്ലോ. ഡോ സാർ, ഇങ്ങോട്ട് വന്നേ. വണ്ടി പരിശോധിച്ച് മാസ്റ്റർ തയ്യാറാക്കണം. ആരെയും അടുപ്പിക്കണ്ട. മാധവേട്ട, അടുത്ത പ്രശ്നത്തിന് തുടക്കാവുകയാണോ? എന്ത് പ്രശ്നം? അവരെന്താ ചെയ്യട്ടെ, നിങ്ങൾ വന്നേ. പരിസരത്ത് CCTV എല്ലാവരും നോക്കണം സാർ. എല്ലാം പരിശോധിക്കും. CCTV എവിടേക്കാണെന്ന് നോക്കാം സാർ. ദൃക്സാക്ഷിയുള്ള മൊഴി രേഖപ്പെടുത്തണം. രേഖപ്പെടുത്താം സാർ. പ്രധാനമായിട്ട് ഇവര് രണ്ടുപേരെയും ആന്റി, ആന്റി, എന്താ മോളെ? ആന്റി, ത്യാഗരാജൻ ചേട്ടന്റെ കാറ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. ആഹാ, അപ്പൊ അവൻ ഇവിടെ തന്നെ ഉണ്ടല്ലേ? സമാധാനമായി. അവനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോ ഞാൻ ഓരോ ദുർചിന്തകളിലോട്ട് പോയി. അല്ല ആന്റി, പറയട്ടെ. ചേട്ടന്റെ കാർ ഇവിടെ ഉണ്ടെങ്കിലും ത്യാഗരാജൻ ചേട്ടനെ കാണാനില്ല. എന്താ? ആളൊന്നും ഇല്ലാതെ അവിടെ കാറ് കിടക്കുന്നത് കണ്ട ആൾക്കാർ ശ്രദ്ധിച്ചത്. ദേവികയുടെ അച്ഛനൊക്കെ താമസിക്കുന്ന കോമ്പൗണ്ടിലാ കാറ് കിടക്കുന്നത്. സാധാരണ ആരും അവിടെ കാറ് പാർക്ക് ചെയ്യാറില്ലെന്നാ പറഞ്ഞേ. രാവിലെ മുതല് വണ്ടി അവിടെ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആൾക്കാരും കൂടിയിട്ടുണ്ട്. അവനിപ്പോ എന്താ പറ്റി അറിയില്ല ആന്റി. അല്ല, ഇതുപോലെ ന്യൂസ് ഒക്കെ വരാറുണ്ടല്ലോ. കാറ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ തട്ടിക്കൊണ്ടു പോകല്. വണ്ടി അനാഥമായി കിടക്കുന്നത് കണ്ടാവും ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങുക. ഈശ്വരാ, എനിക്കെന്തോ ചില കുഴപ്പങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ആന്റി. രാവിലെ ഗിരിയും നന്ദനും വന്ന് ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് ത്യാഗരാജൻ ചേട്ടനെ ഫോണിൽ കിട്ടുന്നില്ല. ഇപ്പൊ ഇതാ ത്യാഗരാജൻ ചേട്ടന്റെ കാറ് ആളില്ലാത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അതും ദേവികയുടെ കുടുംബം താമസിക്കുന്ന വീട്ടില്. മോളെ, ആ നന്ദനും ഗിരിയും ചേർന്ന് ത്യാഗരാജൻ ചേട്ടനെ അപായപ്പെടുത്തിയിട്ടുണ്ട് ആന്റി. കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത ശേഷമാവും നേരിട്ട് ഇവിടെ എത്തിയത്. പറഞ്ഞതുപോലെ പ്രവർത്തിക്കുമെന്ന് കാണിക്കാൻ ഭീഷണിപ്പെടുത്തിയതിന്റെ പുറകെ തന്നെ അപായപ്പെടുത്തുകയും ചെയ്തു. പോലീസൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്.
ഈശ്വര, എന്റെ ഒരേ ഒരു ശക്തിയും ആശ്രയൊക്കെയാ ത്യാഗരാജൻ. അവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആന്റി, ബുദ്ധിയോടെയാ നന്ദൻ കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ത്യാഗരാജൻ ചേട്ടന് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ. അപ്പോ സംശയം മറ്റാരിലേക്കെങ്കിലും മാറിക്കൊള്ളുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും. മോളെ, എന്റെ ത്യാഗരാജന് അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. പാവം, എന്നെ സഹായിക്കാൻ വേണ്ടി അവൻ നാട്ടിലോട്ട് വന്നത്. എന്നിട്ടിപ്പോ അവന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ച അതെനിക്ക് വരുന്ന അപകടം തന്നെയാ. ഇവിടെ വന്ന് കയറി പരസ്യമായിട്ട് വെല്ലുവിളിക്കുക, പിന്നീട് അപായപ്പെടുത്തുക. അപ്പോ ചന്ദ്രോത്തുകാരുടെ ശക്തി നമുക്ക് മുകളിലായി എന്നല്ല അർത്ഥം. ത്യാഗരാജൻ തോറ്റുപോവാന്ന് വെച്ചാ ബലവും പിൻബലവും ഉള്ള എന്റെ ത്യാഗരാജനെ നന്ദനും ഗിരീഷും കൂടി തോൽപ്പിച്ചെന്നോ? എന്തൊക്കെയാ മോളെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ പ്രതാപ, ഈ കിടക്കുന്ന വണ്ടിയായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ SI പറഞ്ഞത് ഞങ്ങളും കേട്ടതാണോ? ചന്ദ്രോത്തുകാർക്ക് വേണ്ടി താനെന്തോ പണിയൊപ്പിച്ചതാ. എന്നാ കൂടെ കേസ് കൊടുക്ക്. പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ? അങ്ങനെ കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കൊണ്ടുപോയി പോലീസ് ഉടനെ വരും. എന്തൊരു കഷ്ടാണിത്. ആരെങ്കിലും ഒരു വണ്ടി കൊണ്ടിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നന്ദ, അച്ഛാ, എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ലെന്നേ, നിങ്ങൾ പൊക്കോ. അല്ല അച്ഛാ, എന്താ? ഒന്നുമില്ല മോളെ, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ല്. ചെല്ല്, കേറ്. ചെല്ലു മോനെ. കണ്ടോ, നിങ്ങളിങ്ങനെ ആള് കൂടിയിട്ട് മക്കളൊക്കെ കേട്ടറിഞ്ഞ് വരിക. എന്തൊരു കഷ്ടമാണ് നിങ്ങളെ കൂടി ചെയ്യുന്നത്. ആരോ ഒരുത്തം വണ്ടി കൊണ്ടിട്ടതിന് മനുഷ്യന് സ്വസ്ഥതയില്ലാണ്ടായി. എന്താ ശരി, എന്താ ഇവിടെ പ്രശ്നം? രാവിലെ മുതൽ ഈ വാഹനം ഉടമസ്ഥനില്ലാതെ ഇവിടെ കിടക്കുക. ഇവിടെയുള്ള ഒരു പോലീസിനെ അറിയിച്ചു. SI വന്ന് അന്വേഷണം നടത്തി. സൈബർ സെല്ലിൽ വിളിച്ച് വണ്ടിയുടെ വിവരങ്ങൾ എടുത്തപ്പോ വണ്ടിയുടെ ഓണർ ത്യാഗരാജനാ. ആ ത്യാഗരാജനെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അത്ര. ആ SI അച്ഛനോട് പറയാ നമ്മളും ഈ വണ്ടി ഇവിടെ കിടക്കുന്നതും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ത്യാഗരാജനെ കാണാനില്ലെന്നൊക്കെയാ കേൾക്കുന്നത്. ത്യാഗരാജനെ ചേച്ചിയും നന്ദേട്ടനും കൂടി എന്തോ ചെയ്ത മട്ടില്ല ഇവിടെ ആൾക്കാർ പറയുന്നത്. അമ്മ എന്തി? അടുക്കളയില്ല. നീ ഞങ്ങൾക്ക് കുടിക്കാൻ ഇത്തിരി നാരങ്ങ വെള്ളം എടുക്ക. എന്തൊക്കെയാ നന്ദു കേൾക്കുന്നേ? ഇന്ന് രാവിലെ നന്ദു ഗിരീഷേട്ടനും ത്യാഗരാജനെ ഭീഷണിപ്പെടുത്താൻ പോയി. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇപ്പൊ നടക്കുന്നതിന്? നീ എന്തായി പറയുന്നേ? ഞാനും ഗിരീഷേട്ടനെ ഭീഷണിപ്പെടുത്താനൊന്നും അല്ല പോയത്, മുന്നറിയിപ്പ് കൊടുക്കാനാ. അത് കഴിഞ്ഞു തിരിച്ചു വന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ തനൂജ് വിളിച്ചതും ത്യാഗരാജനെ കാണുന്നില്ല എന്ന് പറയുന്നതും. നിങ്ങളെ ആ സംശയം പറയുന്നേ? ഇപ്പതാ വീടിന്റെ നടുവിൽ അയാളുടെ വാഹനവും, അങ്ങേരെ കാണാനുമില്ല. ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് വന്നതാണ്? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ത്യാഗരാജൻ വണ്ടി ഒതുക്കിയിട്ടിട്ട് എവിടെയും പോയിട്ടുണ്ടാവും. എന്തായാലും ആൾക്കാർ ഓരോന്ന് സംശയിച്ചു തുടങ്ങി. ഇനിയിപ്പൊ പറഞ്ഞങ്ങ് പടരും. നന്ദു, എന്തെങ്കിലും സൂചന ഉണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ. ദേവി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. എന്താ മോനെ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ലമ്മേ. ചേച്ചി, നാരങ്ങ വെള്ളം എടുത്തു വെച്ചു, ചെന്ന് കുടിക്ക്. ഇവിടെ എന്തൊക്കെയാ മക്കളെ നടക്കുന്നത്? ആ ത്യാഗരാജന്റെ വണ്ടി എങ്ങനെയാ ഇവിടെ വന്നത്? അമ്മേ, ഇതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
അച്ഛാ, നാട്ടുകാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ചോദിച്ചോളാം. ഏയ് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അങ്ങ് പൊക്കോളൂ. ആ നന്ദ ഇപ്പൊ വന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ സർ. അപ്പൊ ഇഷ്യൂ സീരിയസ് ആണെന്ന് നന്ദന് മനസ്സിലായല്ലേ? ത്യാഗരാജനെ കാണാനില്ലെന്ന് ബലരാമൻ സാറിന്റെ ഭാര്യ വാക്കാലുള്ള പരാതി തന്നിട്ടുണ്ട്. നന്ദൻ, പരിചയത്തിന്റെ പേരിൽ പറയുക, കാര്യങ്ങൾ വഷളാക്കരുത്. എന്താ നടന്നത് തുറന്നു പറയൂ. സിയെ അറിയാലോ. സർ, ആ വാഹനം ഞങ്ങളുടെ വീടിന് മുന്നിലായി പോയി. അതുകൊണ്ട് ഞങ്ങളെ സംശയത്തിന് നിഴലിൽ കൊണ്ടുവരരുത്. നന്ദ, നിങ്ങളെ സംശയമൊന്നുമില്ല. പക്ഷെ മുകളിൽ നിന്ന് വിളി വന്ന നടപടി എടുക്കേണ്ടി വരും. ഞങ്ങളെ സംശയിക്കുന്നില്ലെന്ന് സാറ് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാ സാറ് നടപടി എടുക്കുന്നത്? തേവക്കാട്ടുകാരുടെ പൊളിറ്റിക്കൽ ഹോഡ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ദേവിക, പഴയ വൈരാഗ്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഇല്ല സർ, ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ഇതിപ്പോ ഞങ്ങളെ ദ്രോഹിക്കാൻ അയാള് മനഃപൂർവ്വം വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടതായിരിക്കും സാറേ. സാർ, ഞങ്ങൾക്ക് പണമില്ല, സ്വാധീനമില്ല. നിയമത്തിന്റെ രക്ഷ മാത്രമേ പ്രതീക്ഷയുള്ളൂ. തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത്. ഏതെങ്കിലും ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയതായിരിക്കും സാർ. ഏതെങ്കിലും താവളത്തിൽ കൊണ്ടിട്ടിട്ട് അയാളെ ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവും. നിനക്കെന്നെ അറിയില്ല. എനിക്ക് നിന്നെ അറിയില്ല. നേരാ, ഞാൻ നിന്നെ ഇടിക്കുന്നതേ നിനക്ക് എന്നെ ഒന്ന് അറിയിച്ചു തരാനാ. അറിഞ്ഞിടത്തോളം എങ്ങനെയുണ്ടോടാ ത്യാഗരാജ? ചുണയുണ്ടെങ്കിൽ എന്റെ കെട്ടഴിച്ചിട്ട് സംസാരിക്കടാ. കെട്ടഴിച്ചിട്ട് സംസാരിക്കാനോ? ഇടാ, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതേ തല്ലു മത്സരത്തിനല്ല, തല്ലി കൊല്ലാനാ. വിഷജന്തുക്കളൊക്കെ കൊല്ലുമ്പോ കെട്ടിയിട്ട് വേണം കൊല്ലാൻ, അല്ലേടാ? അതെ. ഞാനിവിടെ നിന്ന് ഇറങ്ങിയ നിന്റെ ഒക്കെ അവസാനമാണോ? ഇടാ ത്യാഗരാജ, നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നത്. നീ ആളറിയാതെ കളിക്കുന്നത്. നീ മംഗലാപുരത്തും മൈസൂരൊക്കെ വന്ന് എന്നെ തിരക്കി നോക്ക്. നീ ആരോടെ കളിക്കുന്നെന്ന് പറയും. മൈസൂരും മംഗലാപുരവും ഒക്കെ വിറപ്പിച്ച നീയാണോ? ആ നിന്നെ പൂട്ടിയ ഞാനാണോ കേവലം? നിന്റെ തലയില് കളിമണ്ണാടാ. കൊടുക്കണ പിള്ളേരെ. വെള്ളം വെള്ളം വെള്ളം. അത് ന്യായം. ഇടിക്കിടയില് വെള്ളം കുടിക്കണം, എന്നാലേ അടുത്ത സ്റ്റെപ്പ് ഇടി വാങ്ങാനുള്ള ശക്തി കിട്ടൂ. ആ കുടിക്ക. കൊട്ടേഷനാണോ? ആ, അങ്ങനെ കാര്യത്തിലേക്ക് വാ. കൊട്ടേഷനാണ്. ആരോട് കൊട്ടേഷൻ? ആള് ഇപ്പോ വരും. എത്ര രൂപ? അതിന്റെ ഇരട്ടി ഞാൻ തരാം. എന്നെ വിട്ടേക്ക്. ഇതെന്തിനാണെന്നറിയോ? കൈക്കൂലി തരാമെന്ന് പറഞ്ഞതിന്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്ന് അറിഞ്ഞൂടെ?
തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.